എന്താ ഇത്? നിന്റെ വേഷത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ കുറച്ച് അഴുക്കായിട്ടുണ്ട്. നീ എവിടെ നിന്ന് വരുന്നു? ജോലി സ്ഥലത്തുനിന്ന്. എന്താ നിന്റെ ജോലി? ഒരു PWD കോൺട്രാക്ടറുടെ കീഴില്ല, മാനുവൽ ലേബർ. അതായത് കൂലിപ്പണി. നീ ഒരു റബലാകാൻ ശ്രമിക്കാണോ അതോ എന്നെ അവമാനിക്കാനോ? ഞാൻ ഭരണപക്ഷത്തിരുന്നപ്പോ നീ എനിക്കെതിരായി നാടകം എഴുതി കളിച്ചു. ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഗതികെട്ടവനാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ നീ ഈ വേഷം കെട്ടുന്നത്? ചേട്ടന്റെ മനസ്സിൽ തോന്നിയ ഈ രണ്ട് വികാരങ്ങളും എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. 8 മണിക്കൂർ വെയിലത്ത് നിന്ന് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ ക്ലേശവും ഭാരവും 4 ദിവസം അവരോടൊപ്പം നിന്ന് കരിങ്കല്ല് വന്നപ്പോഴാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചേട്ടൻ എങ്ങനെയെങ്കിലും 1-2 ദിവസം സൗകര്യപ്പെടുത്തി ഞങ്ങളോടൊപ്പം ജോലി നോക്കണം. ഇറ്റ് വിൽ ബി ആൻ എൻലൈറ്റനിങ് എക്സ്പീരിയൻസ് ഫോർ യു. എന്താണത്? നമുക്ക് സോഷ്യൽ സ്റ്റഡീസിന് പുതിയൊരു ടീച്ചർ വരുന്നു. ആ ചുണ്ടത്തൊരു സെറ്റുടി ചുരുതി. ആ സുശീല ടീച്ചർ വരുന്നുണ്ട്. Good morning, teacher. Good morning to all. Sit down. നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ കൂകി വിളിച്ച് എന്റെ ജോലി തടസ്സപ്പെടുത്തിയാൽ എനിക്കെന്താണ് നഷ്ടം? സർക്കാരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം കുറയുമോ? നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിച്ച് എനിക്ക് രാത്രി ഉറക്കം വരില്ലെന്ന് കരുതിയോ? ഏയ്, അങ്ങനൊന്നുമില്ല. നഷ്ടം നിങ്ങൾക്കാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ കുട്ടികൾ ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളിൽ അതിന് തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കൂ. വെരി ഗുഡ്. സിറ്റ് ഡൗൺ. ഇത്തരം ഒരു ചിത്രം നമ്മൾ അച്ഛനും അമ്മയും സഹോദരന്മാരും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിൽ വരച്ചു വെക്കുമോ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കാനിരിക്കുന്ന ഒരു ക്ലാസ്സിന് മുന്നിൽ ഇങ്ങനെ ഒരു ചിത്രം പ്രദർശിപ്പിക്കാമോ? അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വരച്ച ആൾ തന്നെ വന്ന് വായിക്കൂ. എന്താ പേര്? സുശീലൻ. ആ, കേട്ടില്ല. സുശീലൻ. സുശീലൻ, നല്ല പേര്. Come on.
ഇനി അധികം സിമെന്റ് ഇടണ്ട. അപ്പൊ കൂട്ടി ശരിയാവും സാറേ. 8 മെറ്റലിന് 4 മണല് 2 സിമെന്റ് എന്നല്ലേ കണക്ക്? അതെനിക്കറിയാം. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അത് പറ്റില്ല. സിമെന്റ് അതിന്റെ തോന്നിന് ചേർക്കാൻ കോൺക്രീറ്റിന് ബലം ഉണ്ടാകത്തില്ല. ആഹാ, താനിങ്ങ് മാറിയെന്നെ. നീ ഇവിടെ പണിയെടുക്കണ്ട. എന്താ കാരണം? കാരണമൊന്നും അന്വേഷിക്കണ്ട. താനിവിടെ പണിയെടുക്കണ്ട. ഇവിടെ അറിയാച്ച അടുത്ത മാസം എനിക്ക് ട്രാൻസ്ഫറാ. കൊല്ലത്ത് നിന്ന് വിജയനാ ഇങ്ങോട്ട് വരുന്നത്. നമുക്കൊന്ന് മോളി പിടിച്ചു നോക്കിയാലോ? കിട്ടില്ല. ഈ സ്ഥലമാറ്റത്തിന് 1.5 ലക്ഷം രൂപ വിജയം കൊടുത്തെന്നാ ഞാൻ അറിഞ്ഞു. അതിനുമേലെ കൊടുക്കാനുള്ള കോപ്പൊന്നും ഈ ഡിവിഷനിലില്ല. അവൻ എന്ത് കണ്ടായി വാരി കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്ത് കാണാനാ? അതിന്റെ ശിക്ഷ മുഴുവൻ ഞങ്ങൾ കോൺട്രാക്ടർ അനുഭവിക്കേണ്ടി വരും. സൂപ്രണ്ട് എഞ്ചിനീയർ സാമിയല്ല വരുന്നത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ കരിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുക്കൂ. ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ആ എടോ തോമസേ, മിനിസ്റ്റർ ടി വിയിൽ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇങ്ങോട്ട് വന്നേക്കും. നീ ആ കാറെടുത്തോണ്ട് പോയി ഒരു ബൊക്കയും പൂമാലയും വാങ്ങിട്ട് വരാം. ആ വേഗം വരണം. എന്താ മിക്സർ വർക്ക് ചെയ്യുന്നില്ലേ? സാർ അവര് ജോലി ചെയ്യുന്നില്ല. എന്താ? എന്താ എന്താ ഇവിടെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സിമന്റ് ശരിയായ തോതിൽ ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞേനെ. സൂപ്പർവൈസർ എന്നോട് മാറിക്കാൻ പറഞ്ഞു. രവിയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല. വാട്ട്? എന്താണ് കുഴപ്പം? എനിക്ക് മനസ്സിലായില്ലല്ലോ. സാറ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാ? അപ്പൊ സാറിന് അറിയാലോ, ഇത്തരം റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് 8 മെറ്റൽ 4 മണൽ 2 സിമന്റ് എന്ന പ്രൊപ്പോർഷൻ ചേർത്തില്ലെങ്കിൽ ഫയൽ സെറ്റാവില്ല. താൻ എന്നെ പഠിപ്പിക്കാണോ? നിങ്ങൾ പോയി ജോലി ചെയ്യണം. സാർ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ? കൃത്യമായി ഈ ജോലി ചെയ്യിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട നിങ്ങൾ ഇയാളുടെ ഈ കള്ളപ്പണി കൂട്ടുകേൾക്കാവും. ഇതിനാണോ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? ഇവർ പറയുന്ന രീതിയിൽ സിമന്റ് കുറച്ചാൽ ഈ പാലത്തിന്റെ ഉറപ്പ് പറയുന്നത് ഞങ്ങളെക്കാൾ നിങ്ങൾക്കറിയില്ലേ സാർ? തലമുറകൾ ഉപയോഗിക്കേണ്ടാണ് ഈ പാലം. ഇതിങ്ങനെ കെട്ടിയാൽ ഇതിരിഞ്ഞു വീഴില്ലേ? ചിലപ്പോ സാറും സാറിന്റെ കുടുംബം യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഇതിരിഞ്ഞു വീഴുക. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തണം സാർ. അറിയാച്ച ഇവിടെ അറിയാച്ച സംഗതി ആകൂടെ. താൻ പ്രപ്പോഷൻ അനുസരിച്ച് സിമന്റ് കൂട്ടിക്കോ. അതിന് മാത്രമുള്ള സിമന്റ് ഇവിടെ ഇല്ല സാർ. ഇവിടെ 500 ചാക്കേ ഉള്ളൂ. അവൻ പറയുന്ന തോതിലാണ് 2000 ചാക്ക് വേണം. ബാക്കി സിമന്റ് ഇവിടെ. അത് വിറ്റ് കാശ് കൊണ്ടെത്തുന്ന സാറിന് ഓർമ്മയില്ലേ? ശരിയായ തോതിൽ സിമന്റ് ചേർക്കാതെ ഇവിടെ കോൺക്രീറ്റിംഗ് നടക്കില്ല. അതാ ഞങ്ങളുടെ തീരുമാനം. ഇലക്ട്രിസിറ്റി ജീവനക്കാരും ട്രാൻസ്പോർട്ടുകാരും സമരം പ്രഖ്യാപിച്ചാൽ ജനങ്ങളും സർക്കാരും ഒരുപോലെ പറയ്ക്കും. NGO അധ്യാപക യൂണിയൻ പണിമുടക്കിയാൽ അങ്ങനെയല്ല. അതൊരു തമാശയായിട്ടാണ് പലരും എടുക്കുന്നത്. ഇത്തവണ നമുക്ക് മാറ്റണം. സർവീസ് സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആ ഗീത ടീച്ചറോട് നാളത്തെ പണിമുടക്കിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. നാളെ എന്തിനാണ് പണിമുടക്കുന്നെന്ന് എന്നോട് ആരും പറഞ്ഞില്ല. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഈ സമരം. 8 3 ബോണസ്, വർദ്ധിപ്പിച്ച DA ശമ്പളത്തോടൊപ്പം പണമായി തരിക, ഡേയ്സ് ലോൺ പിൻവലിക്കുക. ഇതൊക്കെയാണ് പ്രധാന ആവശ്യങ്ങൾ. നാളെ മുതൽ സൂചനാ സമരം, പിന്നെ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക്. ഞാൻ സാറിനൊരു സംശയം ചോദിക്കട്ടെ? എന്താണ്? വർഷത്തിൽ കാഷ്വൽ ലീവ് കഴിച്ച് ഒരു അധ്യാപകൻ എത്ര ദിവസം സ്കൂളിൽ ജോലി ചെയ്യണം? 200 ദിവസം വരും. അപ്പോൾ ഒരു കൊല്ലത്തിൽ 165 ദിവസം നമുക്ക് അവധിയാണ്. സാർ ഒരു ദിവസം എത്ര പീരീഡ് ക്ലാസ് എടുക്കുന്നുണ്ട്? ശരാശരി 4 പീരീഡ്. ഒരു ദിവസത്തിൽ 2.5 മണിക്കൂർ ജോലി അല്ലേ? ഒരു മാസത്തിൽ കയ്യിൽ കിട്ടുന്ന ശമ്പളമോ? അലവൻസ് ഉൾപ്പെടെ 1000 രൂപയ്ക്കടുത്ത് വരും. 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി തൊഴിലാളിയുമായി നമ്മുടെ പ്രവൃത്തി സമയം താരതമ്യപ്പെടുത്തുമ്പോൾ വർഷത്തിൽ 60 ദിവസമേ നമ്മൾ ജോലി ചെയ്യുന്നുള്ളൂ. അങ്ങനെ കൂട്ടിയാൽ? ഞാൻ പറയട്ടെ, അതിന് വർഷത്തിൽ 12,000 രൂപ സാർ സർക്കാരിനോട് ശമ്പളം വാങ്ങിക്കുന്നു. എന്നുവെച്ചാൽ 8 മണിക്കൂറുള്ള ഒരു ദിവസത്തിന് 200 രൂപ ശമ്പളം. ഒരു ഫാക്ടറി തൊഴിലാളിയുമായി നമ്മുടെ ജോലി താരതമ്യപ്പെടുത്തരുത്. ഒരിക്കലും പാടില്ല. അധ്യാപക വൃത്തി സേവനമാണ്. കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കടമ. അതിന് കിട്ടുന്ന പരിമിതമായ സമയം നമ്മൾ പണിമുടക്കി നഷ്ടപ്പെടുത്തിയാൽ ഈ കുട്ടികളെ ആര് ഇനി എപ്പോ പഠിപ്പിക്കും? അത് സർക്കാർ മനസ്സിലാക്കട്ടെ. ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ആർക്കെങ്കിലും അന്യന്റെ കുട്ടികൾ പഠിക്കാത്തതിൽ വേദന ഉണ്ടാകുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? പണക്കാരൻ തന്റെ മക്കൾക്ക് വീട്ടിലിരുത്തി ട്യൂഷൻ കൊടുക്കും. പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഈ സമരം ബാധിക്കുക. അവകാശങ്ങൾ നേടിയെടുക്കാൻ പണിമുടക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലേ? മറ്റെന്ത് മാർഗം? അത് നിങ്ങൾ കണ്ടുപിടിക്കണം.
ഇല്ലെങ്കിൽ ഈ കുട്ടികളോട് നാം ചെയ്യുന്ന ദ്രോഹം അവരുടെ ഭാവി നശിപ്പിക്കും. ആ തെറ്റിന് വളർന്നു വരുന്ന ഈ തലമുറ ഒരിക്കലും നമുക്ക് മാപ്പ് തരില്ല. ചിലപ്പോൾ ചെരുപ്പൂരി അടിച്ചെന്ന് വരും. അതല്ല ജാനെ, ദൃഢങ്ക് തകർക്ക് തകർക്ക് ദാം തരികടതാം അങ്ങനെ വായിക്കേ. രവി, ആ ശോഭന ഇതുവരെ വന്നില്ലല്ലോ. നമുക്ക് രഹസ്യം തുടങ്ങിയാലോ? ഒരു 10 മിനിറ്റ് കൂടെ കേൾക്കാം. ഈ കുരിശ് എപ്പ നോക്കിയാലും. മറ്റേ ടീച്ചറിന്റെ വിദ്യാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? വിദ്യാർത്ഥികളെ മാനേജ് ചെയ്യാൻ വിഷമമില്ല, പക്ഷേ അധ്യാപകരാണ് പ്രശ്നം. ആ, ആരെങ്കിലും ശല്യത്തിന് വന്നോ? ഏയ് അതല്ല, ജോലി ചേർന്ന ദിവസം തന്നെ സമരാഹ്വാനവുമായിട്ടാണ് എന്നെ സ്വീകരിച്ചത്. നമ്മള് നന്നാവില്ല. രവിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്ക് ശ്രമിച്ചൂടെ? ഗീതെ, ഒരു തൊഴിലാളിയുടെ അധ്വാനം എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്. എനിക്കിവിടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ. എന്നാലും ഒരു കൂലിപ്പണിക്കാരനാണ് രവിയെന്ന് അച്ഛനോടും അമ്മയോടും പറയാൻ ഒട്ടും മടിക്കണ്ട. ഗീതയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറയൂ. രവി എന്തായി പറയുന്നത്? രവിയുടെ ആഗ്രഹങ്ങളും ആദർശങ്ങളും എന്നും എന്റേതുമായിരിക്കും. എനിക്കൊന്നും അറിയില്ല. നീ പറഞ്ഞു രവിസാർ അന്വേഷിക്കാർ താഴെ നിൽക്കുന്നു. ആരെ അറിയില്ല, കാറിലെ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. ആ, നീയും പോവാ? ആ, സാറാ. ദിവാകര സാറിന്റെ അറിയനാണെന്ന് പിന്നീടാ ഞാൻ അറിഞ്ഞത്. ചേട്ടനുമായി എനിക്ക് അടുത്ത പരിചയമാ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാം. എന്താ? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. വന്നാട്ടെ. ഞങ്ങൾ കോൺട്രാക്ടർമാർ ഇരുട്ടത്തും വെളിച്ചത്തും പലർക്കും സംഭാവന കൊടുക്കണം. പക്ഷെ ഇന്നത്തെ ഈ അനുഭവം പുതിയതാ. അല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാറ്റങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ നീങ്ങണമല്ലോ. പറഞ്ഞോളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ജോലി സ്ഥലത്ത് വെച്ച് പറഞ്ഞല്ലോ. അത് നടക്കുന്ന കാര്യമല്ല. സാറ് പറയുന്നത് പോലെ ശരിയായ കണക്കിൽ സിമന്റും കമ്പിയും ഒക്കെ ചേർത്ത് പണി നടത്തിയാൽ ഇവിടെ ഒരു കോൺട്രാക്ടർക്ക് മുതലാവത്തില്ല. ഒരു പണിക്ക് ടെൻഡർ കൊടുക്കുന്ന ദിവസം മൊത്തം തുകയുടെ 10-1 മറ്റ് കോൺട്രാക്ടർമാർക്ക് വീതിച്ചു കൊടുക്കണം. എന്തിന്? തമ്മിത്തൽ ഒഴിവാക്കാൻ. പിന്നെ രാഷ്ട്രീയക്കാരിൽ ഈർക്കിലി പാർട്ടിക്ക് വരെ അവരുടെ വിഹിതം കൊടുക്കണം. ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലോ ചീഫ് എഞ്ചിനീയർ തൊട്ട് PWD ഓഫീസിലെ തൂപ്പുകാരിക്കും തൂണിനും വരെ അവരുടെ കൃത്യമായ നിരക്കുണ്ട്. ഇവന്മാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ തരുന്ന 1 കോടി രൂപയുടെ വർക്കിന് ആ പണി ചെയ്യിക്കാൻ ഞങ്ങൾ കോൺട്രാക്ടർമാരുടെ കയ്യിലോട്ട് കിട്ടുന്നത് 30-35 ലക്ഷം രൂപയാണ്. അപ്പൊ 65% കണ്ടവന്മാർ കൊള്ളയടിക്കാണെന്നോ? നിങ്ങൾ എന്തുകൊണ്ടാ വിവരം ഗവൺമെന്റ് പരാതിപ്പെടുന്നില്ല? എന്തിന്? ഇതൊക്കെ ഇവിടുത്തെ മന്ത്രിക്കും ഏത് നാരയ്ക്ക് പറയാവുന്ന കാര്യങ്ങളല്ലേ. കുഞ്ഞ് ചെറുപ്പമായതുകൊണ്ട് പറയുകയാണ്. ഈ നിലയ്ക്ക് പണി നടത്തണമെങ്കിൽ കുറെ സിമന്റും കമ്പിയും ഒക്കെ മറിച്ചു വിൽക്കാതെ പറ്റില്ല. വയറ്റുപിഴപ്പിനാ, അല്ലാതെ പുണ്യത്തിനല്ല ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ആ, ഇനി കുഞ്ഞു പറയണം എത്രയാ ഞാൻ തരേണ്ടത്. കുഴപ്പമുണ്ടാകരുത്. നാളെ അവിടെ ജോലി നടക്കണം. ജോലി നടക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള സിമന്റ് ചേർക്കണം. തലമുറകളെ ഉപയോഗിക്കേണ്ട ഒരു പാലമാണത്. നാളെ അത് ഇടിഞ്ഞു വീഴത്തക്ക രീതിയിൽ പണിയാൻ ഞങ്ങൾ കൂട്ടു നിൽക്കില്ല. മിസ്റ്റർ കറിയാച്ചിന് പോവാം. എടാ, കരിങ്കല്ലിൽ ഉടച്ചു വളർന്നവരാ ഞാൻ. ഞാനൊന്ന് താന്നപ്പോ നീ എന്റെ നെഞ്ചത്ത് കയറുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് ഞാനൊരു പണി തുടങ്ങിയാൽ അത് പൂർത്തിയാക്കാനും എനിക്കറിയാവടാ. നിന്നെപ്പോലെ ഊച്ചാളുകൾ തടയാമെന്നാൽ ചവിട്ട് ഞാൻ എല്ലൊടിച്ചു കളയും. ഞാൻ ആരാണെന്നാണ് നീ മനസ്സിലാക്കിയത്? ഇവിടുത്തെ കൊലകൊമ്പൻ രാഷ്ട്രീയക്കാരും കോൺട്രാക്ടർമാരും എന്നോട് മുട്ടി തോറ്റിട്ടേ ഉള്ളൂ. പിന്നെയല്ലേ നീ? കറിയാച്ചന്റെ ഈ ശക്തിയും ധൈര്യവും കൈക്കൂലി വാങ്ങുന്ന എഞ്ചിനീയർമാരോടും PWD ഓഫീസിലെ തൂണിനോട് എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല? എന്തിന്? അവരല്ലേ അവിഹിതമായി നിങ്ങളെ പണം പിടിച്ചു പറിക്കുന്നത്. കറിയാച്ചന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെപ്പോലുള്ള മറ്റു കോൺട്രാക്ടർമാരും ഇന്നു മുതൽ തീരുമാനം എടുക്കൂ. ഇനിയെങ്കിലും കാൽ കാശ് അവർ കൊടുക്കില്ലെന്ന്. പൊതുമുതൽ കൊള്ളയടിക്കാൻ കൂട്ടുകേൽക്കില്ലെന്ന്. കൊടുത്തിട്ടില്ല അവര് വാങ്ങിക്കുന്നത്. ആരും കൊടുത്തില്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
സുമതിയെ രാവിലെ സ്കൂളിൽ വെച്ച് കഴിക്കാനും നീ എടുത്തണ്ട എന്നാ അതിൽ കൂട്ടിക്ക. നിങ്ങളിവിടെ പുതിയ താമസക്കാരാണല്ലോ? അതെ. എന്താ പേര്? എന്റെ പേര് മാധവൻ. ഞാനിവിടെ അടുത്ത താമസം. എല്ലാവരും കൂടെ അങ്ങോട്ടാ രാവിലെ? ഞങ്ങള് രാവിലെ സ്കൂളിൽ ഉണ്ടാക്കാൻ പോവാ. സുമതി, നീ ഒപ്പം നടക്ക്. ജപ്പാനിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ റോട്ടി കൂടെ എങ്ങനെ നടക്കുന്ന എനിക്കറിയാ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുക. എന്തുട്ടന്റെ ശവിക്കളാങ്ങളെ നിങ്ങൾ ഈ കാണിക്കണേ? വൃത്തികെട്ട ജാവാരങ്ങള്. എണീക്ക 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 പിശാചികളാവേ. നടു റോഡിൽ നിന്നിട്ടാ മലമൂത്ര വിസർജനം ചെയ്യാ. ചാന്തിമ നല്ല പൂശണം. ഓടാ. എന്താ വിളിച്ചോട്ട് വേണം? ഈ നടു റോഡ് ഇങ്ങനെ വഷളാക്കാൻ പാടുണ്ടാ? ഇത് വൃത്തികേടല്ലേ? ഇതിന്റെ നാറ്റം ഈ നാട്ടിൽ മുഴുവൻ പരക്കില്ലേ? ലക്ഷക്കണക്കിന് രോഗങ്ങൾക്ക് അതിന്റെ അകത്തുള്ളത്. മാരകമായിട്ടുള്ള രോഗങ്ങൾ ഇത് പരത്തും. അതറിയാ? കൊച്ചിനെ ചീത്ത പറഞ്ഞത് ഇക്കടാവിന്റെ തള്ളേ നിങ്ങള് കണ്ട? അതെന്താന്ന് കാണാനിരിക്കുന്നത്? പബ്ലിക് റോഡിൽ ആണോ? നിങ്ങൾ ഇങ്ങോട്ട് വരൂ, വെറുതെ വഴക്കുണ്ടാക്കുന്നത്. എന്നിട്ട് വാടാ, ഇവിടെ വന്നിരുന്ന് തൂറിക്കേ. എന്നാ ഒന്ന് കാണുമല്ലോ. നിങ്ങൾ എന്തിനാവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത്? ആവശ്യമുള്ള കാര്യം ഞങ്ങൾ ഈ പ്രായത്തിൽ പഠിപ്പിച്ചില്ല. അവരെ വൃത്തി പഠിക്കുള്ളൂ. വരൂ. ദാമോദര, 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 നമ്മുടെ ഫാക്ടറി തുറക്കാനുള്ള ആലോചനയിലാണ്. ഞാനത് അറിഞ്ഞു. കൃഷ്ണൻകുട്ടിയും അസീസും മറ്റും തിരികെ ജോലിയിൽ ചേരാൻ സമ്മതിച്ചു. ദാമോദരൻ എന്ത് പറയുന്നു? ഞാനും വരാൻ കുഞ്ഞെ. ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ അതിന്റെ നടത്തിപ്പാർക്കുള്ള പ്രയാസങ്ങൾ അതിലെ തൊഴിലാളി കൂടി മനസ്സിലാക്കിയിരിക്കും. നിങ്ങളത് മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാണ് നമ്മുടെ ഫാക്ടറി അടച്ചുപൂട്ടേണ്ടി വന്നത്. ഇനി അത് പാടില്ല. നമ്മൾ തമ്മിൽ മുതലാളി തൊഴിലാളി വ്യത്യാസം ഒന്നും വേണ്ട. ഈ ഫാക്ടറി ദാമോദരന്റെയും എന്റെയുമാണ്, നമ്മുടേതാണ്. ഈ ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവിടെ ഇനിയും സമരവും പ്രശ്നങ്ങളുമായിരിക്കും. ഇനി അങ്ങനെ വരില്ല കുഞ്ഞെ. ശമ്പളം ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങൾ ജോലി ചെയ്യാം. ആ ഫാക്ടറി എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കണ്ടാൽ മതി. കൃഷ്ണൻകുട്ടി, ഞാൻ ഈ ഫാക്ടറി തുടങ്ങിയ കാലത്ത് ഇതുപോലെ തൊഴില് എന്റെ മുമ്പ് എന്ന് പറഞ്ഞവരാ സമരം തുടങ്ങിയപ്പം എന്റെ ഭാര്യയും മക്കളെയും പറ്റി പച്ചപ്പടി എഴുതി വെച്ചത്. അന്നത്തെ ആ ആവേശത്തിൽ ഞങ്ങൾ പല തെറ്റുകളും ചെയ്തു. അതൊന്നും മുതലാളി മനസ്സിൽ വെച്ചേക്കരുത്. കഴിഞ്ഞ 1.5 വർഷമായി ഒരു തൊഴിലും കിട്ടാതെ എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തെങ്കിലും ആ ഫാക്ടറി തുറക്കണം. മുതലാളി വാശി പിടിക്കരുത്. രാമോടെ എനിക്ക് വാശി ഉണ്ടായിട്ടല്ല, നിങ്ങളെ എല്ലാവരും കൂടെ കണ്ടപ്പോ എന്റെ ഉള്ളിലെ വിഷമം ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ശരി, ഇനി ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. മത്തായി മുതലാളിയായിട്ടല്ല, മത്തായി തൊഴിലാളിയായിട്ട്. മത്തായി സൺസ്. അതെന്താ ആ ഫാക്ടറിക്ക് അങ്ങനെ പേരിട്ടിരിക്കുന്നത്? അലക്സ് മത്തായിയുടെ സണ്ണായതുകൊണ്ട്. ആ ഫാക്ടറിക്കകത്ത് മുഴുവൻ കരിയും പൊടിയുമാണ്. 2 മണിക്കൂർ അതിനകത്ത് നിന്ന ഈ ചുവന്ന തൊടുത്ത മുഖം കരിമ്പൂതം പോലെ ഇരിക്കും. കൂടെ ഈ ആൺബോധം ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്. അപ്പോ ഞാൻ കാലത്ത് 7 മണിക്കൂർ വരും. നമുക്ക് ഒരുമിച്ച് ഫാക്ടറിയിലേക്ക് പോവാം. നീ റെഡി ആയിരിക്കണം. ഞാൻ വരട്ടെ? വരൂ പ്രദീപ്, ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട രേഖ, അലക്സ് കാത്തിരിക്കും. ഞാൻ പിന്നെ ഒരു ദിവസം വരാം. വരട്ടെ? എന്തിനാടി ആ ആചാര്യച്ചേർക്കൻ നിന്റെ കൂടെ മണപ്പിച്ച് വട്ടം കൂടി നടക്കുന്നത്? എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ആ രേഖ മോള് വന്നോ? ഇനി മോളെ, ആ കായംകുളം കലാസമിതിക്കാർ സമ്മതിച്ചു. നോട്ടീസിന്റെ മുകളിൽ നിന്റെ പേര ഫോറിൻ ഫെയിം രേഖ. തുകയുടെ കാര്യത്തിലാ പിന്നെ തർക്കം. ഞാൻ വിട്ടുകൊടുത്തില്ല. ഒരു നാടകത്തിന് 200 രൂപ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഒടുവിൽ 150 സമ്മതിച്ചു. നമുക്ക് നാളെ കാലത്തെ കായംകുളത്തിന് പോകണം. ഞാനെങ്ങും വരുന്നില്ല. പിന്നെ നീ ആചാര്യച്ചേർക്കനോട് പുറക്കാൻ പോവാനോടി? അതെ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു. കല്യാണമോ? എന്താ, എനിക്കങ്ങനെ ആഗ്രഹിച്ചൂടെ? വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും അരുത് മോളെ. ഈ കുടുംബം പട്ടിണിയായി പോകും. നീ പോയാൽ ഞങ്ങൾ ആര് നോക്കും? അവനവൻ നോക്കണം.
കഴിഞ്ഞ 10 വർഷമായി എന്റെ ചോരയെ നീര് ഊറ്റി കുടിച്ചല്ലേ നിങ്ങൾ ഇവിടെ ജീവിച്ചത്. ഇനി അത് നടപ്പില്ല. എനിക്കൊരു ജീവിതം വേണം. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ആരോഗ്യമുണ്ടല്ലോ. മെയ്യനെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണം. ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്? കയറ് പിടിച്ചും തൊണ്ടതല്ലിയും ചുമടെടുത്തും ആളുകൾ ജീവിക്കുന്നില്ലേ? അപ്പൊ നീ ഞങ്ങളെ ചോറ് വെപ്പിക്കാൻ പോകണല്ലേ? കായം കൊടുത്ത് വരുന്നില്ലെങ്കിൽ അത് പറ. ഇവിടെ വേറെ ആളുണ്ട്. ശാലിനി, മോളെ ശാലിനി. ഈ മൂഢൽ പറഞ്ഞ നീ കേട്ടില്ലേ? അവളില്ലെങ്കിൽ നമ്മൾ മുങ്ങിപ്പോകുന്നു. എന്റെ മോള് ശരീരത്തിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് ആറ്റിപ്പോയി കുളിച്ചേച്ചു വാ. നാളെ നമുക്ക് കായംകുളത്തിന് പോണം. നാടകം കളിക്കാൻ ഞാൻ വരുന്നില്ല അച്ഛ. അതിനെന്നെ കിട്ടില്ല. ഈ പാവം ചേച്ചി ഞെക്കിപ്പിഴിഞ്ഞില്ലേ നിങ്ങളിവിടെ സുഖിച്ചത്? അതിനെന്നെ കിട്ടില്ല. ശരി, തന്തയ്ക്ക് വെക്കാത്തോളെ എന്താടി പറഞ്ഞത്? കൊന്നോളാം ഞാൻ. അവളെ തൊട്ടു പോരുത് അവളെ. രേഖേ, ഇല്ലച്ച, എന്നെ പോലെ ഒരു ബലിയാടാവാൻ എന്റെ അനിയത്തിമാരെ ഞാൻ വിട്ടുതരില്ല. ഇവളാ ഇതിനൊക്കെ കാരണക്കാരി. അതെ ഇടി, നീ ഈ വീട് മുടിച്ചു കിടങ്ങും. ഈ വീട്ടിലാരും നാടകത്തിന് പോയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ കഴിയും? ചേച്ചി, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുറവുമില്ല. പണത്തിന് ദാരിദ്ര്യമുള്ളൂ. നിങ്ങൾ പെറ്റുപെരുകുന്നതിനനുസരിച്ച് ഈ വീട്ടിലെ വരുമാനം വർദ്ധിക്കുന്നുണ്ടോ? അമ്മ കൂടി കേൾക്കാനാ പറയുന്നത്. മത്സരിച്ച് പ്രസവിക്കാനല്ലാതെ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് അമ്മയും ചേച്ചിയും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. മോളെ, കായംകുളത്തുകാരുടെ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്ക്. ഞാനിപ്പോ വരാം. അലക്സേ, ഒന്നിങ്ങൊന്ന്. എന്റെ യൂണിയനോട് ആലോചിക്കാതെ നിങ്ങൾ എങ്ങനെ ഈ കമ്പനി വീണ്ടും തുറന്നത്? നിങ്ങളുടെ യൂണിയനോട് ആലോചിക്കേണ്ട കാര്യം എന്താ? നിങ്ങളെന്ന് ഒപ്പിട്ട കോൺട്രാക്ടേ ഇന്നും നിലവിലുണ്ട്. കോൺട്രാക്ട് ഒപ്പിട്ട ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയല്ലേ? അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഞാനിത് തുടങ്ങിയത്. എന്ത് വേണം? വിഷമട്ടെ, നമ്മുടെ യൂണിയനുമായി ആലോചിക്കാതെ പുതിയ തൊഴിലാളികളെ എടുക്കാൻ നിങ്ങൾ എന്തിനു സമ്മതിച്ചു? യൂണിയനോട് ആലോചിച്ചിട്ടുണ്ട്. ആരുമായിട്ട്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏത് യൂണിയൻ? കൊണാപ്പ് യൂണിയൻ. ഞാനാ അതിന്റെ പ്രസിഡന്റ്. ഇപ്പൊ എന്താ വേണ്ടത്? കൃഷ്ണൻകുട്ടി, ഇപ്പോഴല്ലേ കൃഷ്ണൻകുട്ടി അന്വേഷിക്കാൻ വന്നത്? 1.5 വർഷം തൊഴിലില്ലാതെ ഞാൻ പട്ടിണി കിടന്ന കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു? എവിടെയെങ്കിലും ഒരു തൊഴിൽ വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീട്ടു പഠിക്കില്ല എത്ര തവണ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് എന്നോട് മിണ്ടാൻ പോലും സന്മനസ് ഉണ്ടായിട്ടില്ലല്ലോ. ഇനി നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴ്ത്താതിരുന്നാൽ മതി. അലക്സേ, നീ ജയിച്ചു കരുതണ്ട. ഞങ്ങളുടെ യൂണിയനിൽ 10 പേരെയല്ലേ നീ പിടിച്ചെടുത്തിട്ടുള്ളൂ. 10,000 വെളിയിലുണ്ട്. ആരെങ്കിലും ഫാക്ടറി തുടങ്ങിയ അത് പൂട്ടാനല്ലേ? പൂട്ടിയ ഫാക്ടറി തുറപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്? ഗോപാല, ഇല്ലെങ്കിലും മാനമായിട്ട് വല്ല തൊഴിലും ചെയ്ത് ജീവിക്കുന്നു. അപ്പോ നിങ്ങൾ വെളിയിൽ വരുമല്ലോ, അപ്പൊ കാണാം. നിങ്ങൾ പോയി ജോലി ചെയ്യും. നീ വേണം.